നന്ദമുരി ബാലകൃഷ്ണ അഥവാ ബാലയ്യയുടെ അഖണ്ഡ 2 തിയേറ്ററുകൾ പ്രദർശനം തുടരുകയാണ്. ഈ ചിത്രത്തിന് സംഗീതമൊരുക്കിയത് തെലുങ്കിലെ പ്രശസ്ത സംഗീത സംവിധായകനായ തമനാണ്. കഴിഞ്ഞ ദിവസം അഖണ്ഡ 2ന്റെ പ്രമോഷനിടെ തമൻ പറഞ്ഞൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. കാര്യം മറ്റൊന്നുമല്ല, തമിഴിലെ ഹിറ്റ് മ്യൂസിക് ഡയറക്ടറും ഗായകനുമായ നമ്മുടെ അനിരുദ്ധ് രവിചന്ദ്രനെ കുറിച്ചാണ്. തമിഴിൽ തിളങ്ങി നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അനിരുദ്ധിന് തെലുങ്കിൽ നിന്നും ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. എളുപ്പത്തിൽ ഇത് സാധ്യമാകുന്നുമുണ്ട്. എന്നാൽ തനിക്ക് തമിഴ് സിനിമകളിൽ നിന്ന് അവസരങ്ങൾ ലഭിക്കാൻ പ്രയാസമാണെന്നുമാണ് തമൻ പറഞ്ഞത്. തമിഴ് ഇൻഡസ്ട്രിയിൽ ശക്തമായൊരു ഒത്തൊരുമയുണ്ട്. എന്നാൽ തെലുങ്കിൽ തനിക്കത് കാണാൻ കഴിയുന്നില്ല. അതേസമയം തെലുങ്കിലെ മറ്റ് സംഗീത സംവിധായകരിൽ നിന്നും ഉണ്ടാകുന്ന കടുത്ത മത്സരം തനിക്ക് പ്രശ്നമുള്ളതല്ലെന്നും തമൻ വിശദീകരിക്കുന്നു. കൂടാതെ സ്വന്തം ഇൻഡസ്ട്രിയേക്കാൾ കൂടുതൽ വരുമാനം തെലുങ്കിൽ നിന്നും നേടുന്ന സംഗീത സംവിധായകരുമുണ്ട്. തെലുങ്ക് സിനിമയോടുള്ള അവരുടെ ആരാധനയല്ല ഇതിന് കാരണമെന്നും ഉയർന്ന സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യമെന്നും തമൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് ചർച്ചയാകുന്നുള്ള കാര്യം ഉറപ്പാണ്. ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചതെങ്കിലും തമൻ വളർന്നതും പഠിച്ചതുമെല്ലാം തമിഴ്നാട്ടിലായിരുന്നു. 2009 തെലുങ്ക് ചിത്രം മല്ലി മല്ലിയിലൂടെയാണ് സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 2020 അല്ലു അർജുൻ നായകനായി എത്തിയ അല വൈകുണ്ഠപുരമുലു എന്ന ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് തമന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. ഈ ചിത്രത്തിലെ പാട്ടുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുകയും നിരവധി റീൽസും ഷോർട്സും ഒക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. 2023 വിജയ് നായകനായി എത്തിയ വാരിസിന് ശേഷം വലിയ പ്രൊജക്ടുകളൊന്നും തമിഴ് തമിഴിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്. അർജുൻ ദാസ് നായകനായി 2027 എത്തിയ രസവതി, 2025 ഫെബ്രുവരിയിൽ തിയേറ്ററിലെത്തിയ ശബ്ദം എന്നിവയാണ് തമൻ ഒടുവിലായി സംഗീത സംവിധാനം ചെയ്ത തമിഴ് ചിത്രങ്ങൾ. പ്രഭാസ് നായകനായി എത്തുന്ന 2026 റിലീസ് പ്രതീക്ഷിക്കുന്ന പാൻ-ഇന്ത്യൻ ചിത്രം രാജാ സാബാണ് ഇനി വരാനുള്ള തമന്റെ വലിയ പ്രൊജക്ട്. തമിഴിൽ നിന്നുള്ള ഇതയമുരളി എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനവും തമനാണ്. തമന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് അനിരുദ്ധിന് കൈ നിറയെ അവസരങ്ങളും പുറത്തു വരാനുള്ളതെല്ലാം വമ്പൻ ചിത്രങ്ങളുമാണ്. ദളപതി വിജയുടെ അവസാന ചിത്രമായേക്കുമെന്ന് പറയുന്ന ജനനായകൻ, രജനീകാന്തിന്റെ ജയിലർ 2, ഷാരൂഖ് ഖാന്റെ കിങ്, നാനിയുടെ ദ പാരഡൈസ് എന്നിവ അതിൽ ചിലത് മാത്രമാണ്. തമൻ കൊളുത്തിവിട്ട ഈ വിവാദത്തിനോട് അനിരുദ്ധ് പ്രതികരിക്കുമോ അതോ ആരെങ്കിലും ഇതിനെ ഏറ്റെടുക്കുമോ എന്നത് കണ്ടു തന്നെ അറിയാം.